ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എയ്സാപ്പ്. ഞാൻ ഷൈജു. ഇന്ന് മാത്സ് സീരീസിലെ അടുത്ത ടോപ്പിക്കായിട്ടുള്ള ഡിവിസിബിലിറ്റി ടെസ്റ്റാണ് നമ്മൾ നോക്കുന്നത്. ഖരണക്ഷമത അല്ലെങ്കിൽ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ സംഖ്യ തരുന്നു, ഒരു 6 അക്ക അല്ലെങ്കിൽ 8 അക്ക ഉള്ള സംഖ്യകൾ തന്നാൽ അതിനെ 2 മുതൽ 11 വരെയുള്ള സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് ആദ്യം 2 എന്ന് പറയുന്ന സംഖ്യ തൊട്ടങ്ങ് തുടങ്ങാം. ആദ്യമായി ഒരു സംഖ്യയെ 2 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവോ നോക്കാൻ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മോഡലിലാണ് നമ്മൾ ഈ മൊത്തം പറഞ്ഞു തീർക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ 2 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന സംഖ്യകൾ ഏതെല്ലാം? 2 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന സംഖ്യകളുടെ പ്രത്യേകത, 2 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന സംഖ്യകളുടെ പ്രത്യേകത സംഖ്യകൾ ഇരട്ട സംഖ്യകളായിരിക്കണം, അല്ലെങ്കിൽ അവസാനിക്കുന്നത് 0, 2, 4, 6, 8 ഇവയിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കണം. പറഞ്ഞത് ഒരു സംഖ്യയെ 2 കൊണ്ട് പൂർണ്ണമായി ഹരിക്കണമെങ്കിൽ ആ സംഖ്യ അവസാനിക്കുന്നത് 0, 2, 4, 6, 8 ഇവയിൽ ഏതെങ്കിലും ഒരു അക്കത്തിലായിരിക്കണം. അപ്പൊ അങ്ങനെ വരുന്ന സംഖ്യകളെയാണ് നമ്മൾ ഇരട്ട സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെ സംഖ്യകളെ 2 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാം എന്ന് ചോദിച്ചാൽ ഇതിന് എത്ര അക്കം ഉണ്ടെന്നുള്ളത് നമുക്കൊരു വിഷയമല്ല. ഇവത്തിലെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. ലാസ്റ്റ് ഡിജിറ്റ് 2 ആയതുകൊണ്ട് ഇതിനെ 2 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാം. ലാസ്റ്റ് ഡിജിറ്റ് ഇവിടെ വന്നിരിക്കുന്നത് 3 ആയതുകൊണ്ട് ഇതിനെ 2 കൊണ്ട് ഹരിക്കാനേ കഴിയില്ല. ഇവിടെ വന്നിരിക്കുന്ന അക്കം 8, 2, 0, 2, 4, 6, 8 ഇവയിൽ ഏത് ഡിജിറ്റ് വന്നാലും ഹരിക്കാം. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആയതുകൊണ്ട് ഹരിക്കാം. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആയതുകൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അപ്പൊ 2 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന സംഖ്യകളുടെ പ്രത്യേകത അവസാന അക്കം 0, 2, 4, 6, 8 ഇവയിൽ ഏതെങ്കിലും ആണെങ്കിൽ മാത്രമേ ആ സംഖ്യകളെ 2 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയൂ. അടുത്ത അക്കം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ 3 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന സംഖ്യകൾ. ഇപ്പം 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാവുന്ന സംഖ്യകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലെ അക്കങ്ങളുടെ തുക, അതായത് ഇതിലെ ഡിജിറ്റുകളെല്ലാം കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ 3ന്റെ ഗുണിതമായിരിക്കണം. അപ്പൊ ഈ ആദ്യത്തെ സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാവോ നോക്കാൻ 5 പ്ലസ് 7 പ്ലസ് 2 പ്ലസ് 7 പ്ലസ് 6 പ്ലസ് 9 പ്ലസ് 6 5ഉം 7ഉം കൂടി കൂട്ടുമ്പോൾ 12, 12ഉം 2ഉം കൂടി കൂട്ടുമ്പോൾ 14, 14ഉം 7ഉം 21, 21ഉം 6ഉം 27, 27ഉം 9ഉം 36ഉം 6ഉം 42. അപ്പം 42 എന്ന് പറയുന്നത് വലുതാണ്. നിങ്ങൾക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് വീണ്ടും സംശയം വന്നാൽ ഇതിലെ അക്കങ്ങൾ വീണ്ടും കൂട്ടി നോക്കുക. 4ഉം 2ഉം കൂടി കൂട്ടാൻ നേരത്ത് 6. 6 എന്ന് പറയുന്ന സംഖ്യ 3ന്റെ ഗുണിതമാണ്. 3 × 2 ആണ് 6. 57, 27, 696 എന്ന് പറയുന്ന സംഖ്യയെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് വെച്ച് ഹരിക്കാൻ കഴിയും? 3 കൊണ്ട്. ഇപ്പൊ പറഞ്ഞത് ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാമോ എന്ന് പരിശോധിക്കാൻ അതിലെ അക്കങ്ങളെല്ലാം പരസ്പരം കൂട്ടി നോക്കുക. ഈ അക്കങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ 3ന്റെ ഗുണിതമാണെങ്കിൽ കോമൺ ആയിട്ട് ആ സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാം. ഇപ്പൊ നമുക്ക് രണ്ടാമത്തെ സംഖ്യ ഒന്ന് നോക്കാം. 5 പ്ലസ് 6 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 2 പ്ലസ് 9 പ്ലസ് 7 പ്ലസ് 1 കൂട്ടുമ്പോൾ 5ഉം 6ഉം കൂടി കൂട്ടുമ്പോൾ 11, 11ഉം 4ഉം കൂടി കൂട്ടുമ്പോൾ 15, 15ഉം 6ഉം കൂടി കൂട്ടുമ്പോൾ 21, 21ഉം 2ഉം കൂടി കൂട്ടുമ്പോൾ 23, 23ഉം 9ഉം കൂടി കൂട്ടുമ്പോൾ 32, 32ഉം 7ഉം കൂടി കൂട്ടുമ്പോൾ 39, 39ഉം 1ഉം കൂടി കൂട്ടുമ്പോൾ 40.
ഈ കിട്ടുന്ന സംഖ്യ 3 വെച്ച് ഹരിക്കാവോ നോക്കിയാൽ മതി. ഇനി അത് പാടാണെങ്കിൽ വീണ്ടും അവന്മാരെ കൂട്ടി നോക്കുക. 4ഉം 0ഉം കൂടി കൂട്ടുമ്പോൾ 4. 4 എന്ന് പറയുന്ന സംഖ്യയെ 3 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 56, 46, 29, 71 എന്ന് പറയുന്ന സംഖ്യേനെയും 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയില്ല. പറഞ്ഞത് ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ അതിലെ അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതമായിരിക്കണം. ഇനി ഈ 3 നിങ്ങളും എൻ്റെ ഒപ്പം ഒന്ന് ചെയ്തു നോക്ക്. ഈ നമ്പറിനെ 3 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവോ നോക്കാൻ ഈ അക്കങ്ങൾ കൂട്ടി നോക്കുന്നു. 3 പ്ലസ് 7 പ്ലസ് 3 പ്ലസ് 7 പ്ലസ് വീണ്ടും 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 1. 3ഉം 7ഉം കൂടി കൂട്ടുമ്പോൾ 10, 13, 17, 22, 22ഉം 5ഉം 27ഉം 6ഉം 33ഉം 1ഉം 34. 3ഉം 4ഉം കൂടി വീണ്ടും കൂട്ടിയാൽ 7. 7 എന്ന് പറയുന്ന സംഖ്യയെ 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ വലിയ സംഖ്യേനെയും 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റില്ല. അടുത്തത് 46, 27, 53, 86. ഇതിലക്കങ്ങൾ കൂട്ടുന്നു. 4 പ്ലസ് 6 പ്ലസ് 2 പ്ലസ് 7 പ്ലസ് 5 പ്ലസ് 3 പ്ലസ് 8 പ്ലസ് 6. കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യതേ 6ഉം 4ഉം 10ഉം 2ഉം 12ഉം 7ഉം 19ഉം 5ഉം 24ഉം 3ഉം 27ഉം 8ഉം 35ഉം 6ഉം 41. 4ഉം 1ഉം കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നത് 5ആണ്. 5നെ നമുക്ക് 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റാത്തടത്തോളം ഈ 46, 27, 53, 86 എന്ന് പറയുന്ന സംഖ്യയെ 3 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയില്ല. ഇതിലെ അക്കങ്ങളെല്ലാം കൂടി കൂട്ടി നോക്കുകയാണ് അവസാനം. 5ഉം 6ഉം കൂടി കൂട്ടുമ്പോൾ 11, 11ഉം 4ഉം കൂടി കൂട്ടുമ്പോൾ 15, 15ഉം 3ഉം കൂടി കൂട്ടുമ്പോൾ 18, 18ഉം 2ഉം കൂടി കൂട്ടുമ്പോൾ 20, 20ഉം 5ഉം 25ഉം 2ഉം 27. 27 എന്ന് പറയുന്ന സംഖ്യ നമുക്കറിയാം 9×3 27ആണ്. ഇനി അത് വീണ്ടും ചെറുതാക്കണമെങ്കിൽ വീണ്ടും 9. അപ്പോൾ 9നെ 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാം. ഈ സംഖ്യേനെയും കംപ്ലീറ്റ് ആയിട്ട് 3 കൊണ്ട് ഹരിക്കാം. അപ്പം നമ്മൾ 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാവുന്ന സംഖ്യകളുടെ പ്രത്യേകത പഠിച്ചു കഴിഞ്ഞ് അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതമായിരിക്കണം. ഇനി അടുത്ത സംഖ്യയിലോട്ട് വരാം. 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന സംഖ്യകൾ. 4 കൊണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി കൂടി എളുപ്പമാണ്. അതായത് നിങ്ങളായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവസാനത്തെ രണ്ടക്കം പറഞ്ഞത്, അവസാനത്തെ രണ്ടക്കം 4ന്റെ ഗുണിതമോ 0മോ ആണെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് 4 കൊണ്ട് ഹരിക്കാം. പറഞ്ഞത് അവസാന 2 അക്കങ്ങൾ 4ന്റെ ഗുണിതമോ 0മോ ആണെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയി 4 കൊണ്ട് ഹരിക്കാം. അപ്പൊ അതേ നോക്കിയാൽ അവസാനത്തെ രണ്ടക്കം 16. 16 എന്ന് പറയുന്ന സംഖ്യ 4ന്റെ ഗുണിതമാണ്. 4 4ആണ് 16. അപ്പൊ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് 4 കൊണ്ട് ഹരിക്കാം. അവസാനത്തെ രണ്ടക്കം 41. നമുക്കറിയാം 10 × 4 40ആണ്. 40 കഴിഞ്ഞിട്ട് 41 എന്ന് പറയുന്നത് ഒരിക്കലും 4ന്റെ ഗുണിതം അല്ല. അപ്പൊ ഇതിനെ 4 കൊണ്ട് ഹരിക്കാനേ കഴിയില്ല. അവസാനത്തെ രണ്ടക്കം 0. പറഞ്ഞ കണ്ടീഷൻ ഇതാണ്. അവസാന രണ്ടക്കം 0മോ 4ന്റെ ഗുണിതമോ ആയാൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് 4 കൊണ്ട് ഹരിക്കാം. അവസാനത്തെ രണ്ടക്കം 4ന്റെ ഗുണിതം, അവസാനത്തെ രണ്ടക്കം 0, 4 കൊണ്ട് ഹരിക്കാം. അവസാനത്തെ രണ്ടക്കം 14, 4ന്റെ ഗുണിതമാണോ? 4 4 16, 4 3 12. അപ്പൊ 14 എന്ന് പറയുന്നത് ഒരിക്കലും 4ന്റെ ഗുണിതമല്ല. ഈ സംഖ്യയെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് വെച്ച് ഹരിക്കാൻ പറ്റില്ല? 4 വെച്ച് ഹരിക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അവസാനത്തെ രണ്ടക്കം 16ആണ്. അതിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് വെച്ച് ഹരിക്കാം? 4 വെച്ച് ഹരിക്കാം. ഒന്നുകൂടി പറയുവാണ്,
4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാവുന്ന സംഖ്യകളുടെ പ്രത്യേകത അവസാന രണ്ടക്കം 0 4ന്റെ ഗുണിതമോ ആയിരിക്കണം. അവസാന രണ്ടക്കം 0 4ന്റെ ഗുണിതമോ ആണെങ്കിൽ മാത്രമേ 4 കൊണ്ട് ഹരിക്കാൻ കഴിയൂ. അടുത്തത് 6 എന്ന് പറയുന്ന അക്കം കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകളുടെ പ്രത്യേകതയാണ്. 6 നമുക്കറിയാം 2 × 3 6 എന്ന് പറയുന്ന സംഖ്യ. 2ഉം അഭാജ്യ സംഖ്യയാണ്, 3ഉം അഭാജ്യ സംഖ്യയാണ്. 6 കൊണ്ടൊരു സംഖ്യയെ പൂർണ്ണമായി ഹരിക്കണമെങ്കിൽ അതിനെ 2 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണം, 3 കൊണ്ടും ഹരിക്കാൻ കഴിയണം. അതായത് 2 കൊണ്ടും 3 കൊണ്ടും ഒരേപോലെ ഹരിക്കാവുന്ന സംഖ്യകളെ മാത്രമേ നമുക്ക് 6 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഹരിക്കാൻ കഴിയൂ. അപ്പം നമുക്കറിയാം 2ന്റെ പ്രത്യേകത 0, 2, 4, 6, 8 ഇതിൽ അവസാനിക്കണം. 0, 2, 4, 6, 8 ഈ അക്കങ്ങളിൽ അവസാനിക്കുന്ന സംഖ്യകളെയാണ് 2 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്നത്. അക്കങ്ങളുടെ തുക അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതം 3ന്റെ ഗുണിതമാണെങ്കിലാണ് അതിന് 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത്. അപ്പോൾ അവസാന അക്കം 0, 2, 4, 6, 8 ഇവയിൽ അവസാനിക്കണം. അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതവും ആയിരിക്കണം. അതായത് 6 കൊണ്ട് ഒരു സംഖ്യയെ പൂർണ്ണമായി ഹരിക്കണമെങ്കിൽ അതിൽ അവസാനത്തെ അക്കം 0, 2, 4, 6, 8 ഏതെങ്കിലും ഒരെണ്ണമായിരിക്കണം. അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതവുമായിരിക്കണം. അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതമായിരിക്കണം. അവസാന അക്കം 0, 2, 4, 6, 8 ഏതെങ്കിലും ഒരെണ്ണമായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ തന്നിരിക്കുന്ന സംഖ്യകളിൽ 6 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്നത് ഏത് എന്ന് ചോദിക്കുമ്പോൾ ഇവനെ നമുക്ക് ആദ്യം തന്നെ ഒഴിവാക്കി കളയാം. കാര്യം അവസാനിക്കുന്നത് 1-ലാണ്. അവസാനിക്കുന്നത് 1-ലാണെങ്കിൽ അത് പിന്നെ നോക്കേ വേണ്ട. അവസാനിക്കുന്ന അക്കം 0, 2, 4, 6, 8 ആയിരിക്കണം. അതേപോലെ അക്കങ്ങളുടെ തുക എന്തിൻ്റെ ഗുണിതമായിരിക്കണം? 3ന്റെ ഗുണിതമായിരിക്കണം. അപ്പോൾ ഇത് അവസാനിക്കുന്നത് 1-ലാണ്, ഇത് അവസാനിക്കുന്നത് 3-ലാണ്. ഈ 2 സംഖ്യകളെയും നമുക്ക് എന്തുകൊണ്ട് ഹരിക്കാനേ കഴിയില്ല? 6 കൊണ്ട് ഹരിക്കാനേ കഴിയില്ല. അപ്പോൾ ഇനി വരുന്ന ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 46, 56, 27, 16 എന്ന് പറയുന്ന വലിയ നമ്പറാണ്. ഈ നമ്പറിൻ്റെ അവസാനത്തെ അക്കം 6 ആയതുകൊണ്ട് ആദ്യത്തെ കണ്ടീഷൻ ഓക്കെയാണ്. അപ്പോൾ 6ന്റെ ഗുണിതത്തിന് ഒരു കണ്ടീഷനല്ല, 2 എണ്ണം ഉണ്ട്. 0, 2, 4, 6, 8 അവസാനിക്കണം. അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതമായിരിക്കണം. അതായത് 2 കൊണ്ടും 3 കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ കഴിയണം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നോക്കാം. ഇതിൽ അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതമാണോ എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. നോക്കിക്കേ, 4ഉം 6ഉം 5ഉം 6ഉം 2ഉം 7ഉം 1ഉം 6ഉം കൂടി കൂട്ടുവാണ്. കൂട്ടി എഴുതുമ്പോൾ 4ഉം 6ഉം കൂടി കൂട്ടിയാൽ 10, 10ഉം 5ഉം കൂടി കൂട്ടിയാൽ 15, 15ഉം 6ഉം 21, 23, 30, 31, 6ഉം 37, 3, 7ഉം കൂടി കൂട്ടുമ്പോൾ 10. 10 എന്ന് പറയുന്ന സംഖ്യയെ 3 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയാത്തിടത്തോളം അതിനെ എന്തുകൊണ്ടും ചെയ്യാൻ പറ്റത്തില്ല, 6 കൊണ്ടും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്തൊക്കെ ഓൾറെഡി നമ്മൾ കളഞ്ഞതാണ്. കാര്യം അവസാനത്തക്കം 0, 2, 4, 6, 8 വരാത്തത് കൊണ്ട്, അതായത് 1 ആയതുകൊണ്ട് അവൻ പോയി. അടുത്തത് ഈ നമ്പർ, ഇത് ഓൾറെഡി അവസാനത്തക്കം ഒക്കെയാണ്, 2ആണ്. ഇനി ഈ എല്ലാ അക്കങ്ങളുടെയും കൂടി തുക 3ന്റെ ഗുണിതമാണോ എന്നാണ് നോക്കേണ്ടത്. ഇത് കൂട്ടുമ്പോൾ 3 + 3 + 6 + 5 + 6 + 1 + 2, 3ഉം 3ഉം കൂടി കൂട്ടുമ്പോൾ 6, 6ഉം 6ഉം 12, 12ഉം 5ഉം 17, 6ഉം 23, 1ഉം 24, 2ഉം 26. 26 അക്കങ്ങൾ വീണ്ടും കൂട്ടിയാൽ 2ഉം 6ഉം കൂടി കൂട്ടിയാൽ 8. 8നെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ നമ്പറിനെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അതായത് ഇവിടെ അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതവും ആയിരിക്കണം,
അവസാന അക്കം 0, 2, 4, 6, 8 ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കണം. അപ്പം നമുക്ക് ഇനി ഒരെണ്ണം കൂടിയാണ് കിടക്കുന്നത്. ഇതിലെ അക്കങ്ങൾ കൂട്ടി നോക്കാം. കാര്യം അവസാനത്തെ അക്കം ഓക്കെയാണ്, 4 ഇനി ഇതേടാ 1 + 4 + 4 + 5 + 6 + 1 + 4 + 1 + 4 കൂട്ടുമ്പോൾ നോക്കിയേ 4, 1, 5, 4, 9, 5, 14, 6, 20, 1, 21, 4, 25, 1, 26, 4, 30. 30 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സംഖ്യ 2ന്റെയും ഗുണിതമാണ്, 3ന്റെയും ഗുണിതമാണ്. 2ന്റെയും 3ന്റെയും ഗുണിതമായിട്ട് വരുന്ന നമ്പറുകൾ എന്തിൻ്റെയും ഗുണിതമായിരിക്കും? 6ന്റെയും ഗുണിതമായിരിക്കും. അപ്പം ഇവത്തിൽ ഒരേ ഒരു നമ്പർ മാത്രമാണ് 6ന്റെ ഗുണിതമായിട്ട് തന്നിട്ടുള്ളത്. അപ്പം 6ന്റെ ഗുണിതങ്ങളുടെ പ്രത്യേകത അതിൽ അവസാനത്തക്കം സിമ്പിളായിട്ട് നോക്കുമ്പോൾ അതിൽ അവസാനത്തക്കം 0, 2, 4, 6, 8 ഇതിലേതെങ്കിലും ഒന്നിൽ വന്ന് അവസാനിക്കണം. അക്കങ്ങളുടെ തുക എന്തിൻ്റെ ഗുണിതമായിരിക്കണം? 3ന്റെ ഗുണിതമായിരിക്കണം. അടുത്തത് നോക്കാം. 7 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന സംഖ്യകളുടെ പ്രത്യേകത. 7 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന സംഖ്യകളുടെ പ്രത്യേകത ഇതേടാ. ഇപ്പം ആദ്യത്തെ നമ്പർ നമുക്ക് ആദ്യത്തെ നമ്പർ ഇട്ട് പറയാം. ഈ നമ്പർ നമ്മൾ എടുത്തെഴുതി 2401. ഇതിൽ 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകളാകണമെങ്കിൽ അതിൽ അവസാന അക്കത്തിൻ്റെ ഇരട്ടി, അവസാനം വരുന്ന അക്കത്തിൻ്റെ ഇരട്ടി, അവസാനം വരുന്ന അക്കം 2401 1 അതിൻ്റെ ഇരട്ടി, 1ന്റെ ഇരട്ടി 2 ബാക്കി ഉള്ളതിൽ നിന്ന് കുറക്കുക. 240 നിന്ന് 1ന്റെ ഇരട്ടിയായിട്ടുള്ള 2 കുറക്കുമ്പോൾ 238. അതായത് അവസാന അക്കത്തിൻ്റെ ഇരട്ടി ബാക്കിയുള്ളതിൽ നിന്ന് കുറക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ 7ന്റെ ഗുണിതമായിരിക്കണം. അവസാന അക്കത്തിൻ്റെ ഇരട്ടി ബാക്കിയുള്ള അക്കങ്ങളിൽ നിന്ന് കുറക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ 7ന്റെ ഗുണിതമായിരിക്കണം. പക്ഷെ അപ്പോഴും നമുക്ക് ഇങ്ങനെ കുറച്ച് കിട്ടിയപ്പോൾ 238 എന്ന് പറയുന്നത് 7ന്റെ ഗുണിതമാണോ എന്ന് അറിയില്ല. അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പ് കൂടി ചെയ്യും. വീണ്ടും റിപ്പീറ്റ് ചെയ്തത് ചെയ്യുക. അവസാന അക്കം 8, 8ന്റെ ഇരട്ടി 16, 23 നിന്ന് 16 കുറക്കുമ്പോൾ കിട്ടിയ നമ്പർ 7. 7 എന്ന് പറയുന്ന സംഖ്യ ഉറപ്പായിട്ടും എന്തിൻ്റെ ഗുണിതമാണ്? 7ന്റെ ഗുണിതമാണ്. അപ്പം 2401 എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി 7ന്റെ ഗുണിതമാണെന്ന് കിട്ടി. ക്ലിയർ ആണ്? അവസാന അക്കത്തിൻ്റെ ഇരട്ടി ബാക്കിയുള്ള അക്കങ്ങളിൽ നിന്ന് കുറക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ 7ന്റെ ഗുണിതമായിരിക്കണം. അതങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവിടം വരെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. അപ്പോൾ നമുക്ക് 7ന്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിളാണ് കിട്ടുന്നതെങ്കിൽ 7ന്റെ ഗുണിതമാണ്, അല്ലെങ്കിൽ 7ന്റെ ഗുണിതമല്ല. അപ്പം നമുക്ക് രണ്ടാമത്തെ നമ്പർ ഒന്ന് നോക്കാം. ഇവിടെ 2000. അപ്പം ഇത് 7ന്റെ ഗുണിതമായിട്ട് കിട്ടി. അടുത്ത നമ്പർ നോക്കുവാണ് 2653. അവസാന അക്കത്തിൻ്റെ ഇരട്ടി, അവസാന അക്കം 3, 3ന്റെ ഇരട്ടി 6. 265 നിന്ന് ഈ 6 കുറക്കുന്നു. കുറക്കുമ്പോൾ 15 6 പോകുമ്പോൾ 9, 5, 2, 259 എന്ന് കിട്ടി. വീണ്ടും അവസാന അക്കമായിട്ടുള്ള 9ന്റെ ഇരട്ടി, 9ന്റെ ഇരട്ടി 18, 25 എന്ന് കുറക്കാൻ നേരത്ത് എവിടെ വന്ന് അവസാനിച്ച് 7. 7 എന്ന് പറയുന്നത് നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി 7ന്റെ ഗുണിതമാണ്. 2653 7ന്റെ മൾട്ടിപ്പിളായിട്ട് കിട്ടി. പറഞ്ഞത് അവസാന അക്കത്തിൻ്റെ ഇരട്ടി ബാക്കി ഡിജിറ്റുകളിൽ നിന്ന് കുറക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ 7ന്റെ ഗുണിതമായിരിക്കണം. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. നമുക്ക് 7ന്റെ ഗുണിതമാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ പറ്റുന്ന ഒരു നമ്പർ വരെ ചെയ്യുക. അപ്പോൾ അടുത്തത് നോക്കാം. ഇത് രണ്ടും 7ന്റെ ഗുണിതമായിട്ട് കിട്ടി.
ഇനി അടുത്തത് നോക്കുന്നത് 3954 3954. അവസാന അക്കം 4 4ന്റെ ഇരട്ടി 8. 8 ബാക്കിയുള്ളതിൽ നിന്ന് കുറക്കുമ്പോൾ 395 നിന്ന് 8 കുറച്ചാൽ നമുക്കറിയാം 387. വീണ്ടും അവസാന അക്കം 7. 7ന്റെ ഇരട്ടി 14. 38 നിന്ന് 14 കുറച്ചാൽ 4 2 24 എന്ന് കിട്ടി. 24 എന്ന് പറയുന്ന സംഖ്യ എന്തിൻ്റെ മൾട്ടിപ്പിൾ അല്ല? 7ന്റെ മൾട്ടിപ്പിൾ അല്ല. അതായത് 7 3 21, പിന്നെ 28 പോവും. 24 7ന്റെ മൾട്ടിപ്പിൾ അല്ല എന്ന് പറഞ്ഞാൽ ഈ 3954 എന്തിൻ്റെ മൾട്ടിപ്പിൾ അല്ല? 7ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇനി അടുത്ത നമ്പർ, അപ്പം ഇത് 7ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇത് 7ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇത് 7ന്റെ മൾട്ടിപ്പിൾ അല്ല. അടുത്തത് 32,748 32,748 എന്ന് പറയുന്ന നമ്പർ നോക്കുവാണ്. 32,748 8ന്റെ ഇരട്ടി. 8 എന്ന് പറയുന്ന ഡിജിറ്റിൻ്റെ ഇരട്ടി നമുക്കറിയാം 16. അത് കുറക്കുന്നു. 14 ഇവിടെ 6 ആയി. 14ൽ നിന്ന് 6 പോകുമ്പോൾ 8, 6ൽ നിന്ന് 1 പോയാൽ 5, 2 1. അപ്പം 3258 വീണ്ടും 7ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നറിയില്ല. വീണ്ടും അവസാന തക്കം നോക്കി 8, 8ന്റെ ഇരട്ടി 16. ഇവത്തിന്ന് കുറച്ച് 325 നിന്ന് 16 കുറക്കുമ്പോൾ 16ഉം 9ഉം ആണ് 25. 309 എന്ന് കിട്ടി. അപ്പോഴും നമുക്കറിയില്ല 309 എന്ന് പറയുന്നത് 7ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലയോ എന്ന്. അപ്പോൾ വീണ്ടും അവസാന തക്കമായിട്ടുള്ള 9ന്റെ ഇരട്ടി. 9ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 18. 30ൽ നിന്ന് 18 കുറക്കുമ്പോൾ 12. പക്ഷേ 12 എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം 7ന്റെ ഗുണിതമല്ല. 7 2 14. അപ്പോൾ ഈ 32,748 എന്ന് പറയുന്ന നമ്പരും എന്തല്ല? 7ന്റെ ഗുണിതമല്ല. ക്ലിയർ ആയിട്ട് കിട്ടിയ 7ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കാൻ അവസാന അക്കത്തിൻ്റെ ഇരട്ടി ബാക്കിയുള്ളതിൽ നിന്ന് മൈനസ് ചെയ്യുക. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അവസാന അക്കത്തിൻ്റെ ഇരട്ടി മൈനസ് ചെയ്ത് പോകുമ്പോൾ ലാസ്റ്റ് കിട്ടുന്ന നമ്പർ 7ന്റെ ഗുണിതമാണെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് 7 വെച്ച് ഹരിക്കാം. 7ന്റെ ഗുണിതമല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് 7 വെച്ച് ഹരിക്കാനേ പറ്റില്ല. ഇനി അടുത്ത ലാസ്റ്റ് നമ്പർ 5366 അവിടെ ചെയ്യുമ്പോൾ ഇത് 7ന്റെ ഗുണിതം, ഇത് 7ന്റെ ഗുണിതം, ഇതല്ല എന്ന് കിട്ടി. ഇനി 5366 ചെയ്യുമ്പോൾ 6 എന്ന് പറയുന്ന അക്കത്തിൻ്റെ ഇരട്ടി, 6ന്റെ ഇരട്ടി 12. 12 ഇവത്തിൽ നിന്ന് കുറക്കുമ്പോൾ 524 എന്ന് കിട്ടി. വീണ്ടും 4 എടുത്ത് 4ന്റെ ഇരട്ടി 8. 52ൽ നിന്ന് 8 കുറക്കുമ്പോൾ 44 എന്ന് കിട്ടി. 44 എന്ന് പറയുന്ന സംഖ്യ എന്തിൻ്റെ മൾട്ടിപ്പിൾ അല്ല? 7ന്റെ മൾട്ടിപ്പിൾ അല്ല. കാര്യം 7 6 42, പിന്നെ 7 7 49 പോവും. അപ്പം 44 7ന്റെ ഗുണിതമല്ലാത്തത് കൊണ്ട് തന്നെ ഈ സംഖ്യയും എന്തിൻ്റെ ഗുണിതമല്ല? 7ന്റെ ഗുണിതമല്ല. പറഞ്ഞത് അവസാന അക്കത്തിൻ്റെ ഇരട്ടി ബാക്കിയുള്ളതിൽ നിന്ന് കുറച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന സംഖ്യ 7ന്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യയെ കംപ്ലീറ്റ് ആയിട്ട് 7 കൊണ്ട് ഹരിക്കാം. കിട്ടുന്ന സംഖ്യ 7ന്റെ ഗുണിതം അല്ലെങ്കിൽ അതിനെ 7 കൊണ്ട് ഹരിക്കാനേ കഴിയില്ല. അടുത്ത അക്കത്തിലേക്ക് പോകാം. അപ്പം ഇവിടെ അടുത്ത അക്കം 8. 8ന്റെ പ്രത്യേകത, ഇപ്പം 8 എന്ന് പറയുന്നത് 4 2 8. പക്ഷേ ഈ 4 എന്ന് പറയുന്നത് ഒരിക്കലും അഭാജ്യ സംഖ്യ അല്ലാത്തത് കൊണ്ട് നമ്മൾ 6ന്റെ നോക്കിയതുപോലെ ചെയ്യാൻ പറ്റത്തില്ല. 6ൻ്റെത് 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാവുന്നതിനെല്ലാം 6 കൊണ്ടും ഹരിക്കാം എന്നായിരുന്നു. ഇവിടെ 8ന് അങ്ങനെയല്ല. പക്ഷെ 4ഉമായിട്ട് കണക്ട് ചെയ്തിടാം. 4ന്റെ പ്രത്യേകത അവസാന രണ്ടക്കം 4ന്റെ ഗുണിതമായിരിക്കണം എന്നാണ് പഠിച്ചത്. 8ന്റെ പ്രത്യേകത അവസാന 3 അക്കം 8ന്റെ ഗുണിതമായിരിക്കണം. അവസാന 3 അക്കങ്ങൾ 8ന്റെ ഗുണിതമായിരിക്കണം. അല്ലെങ്കിൽ അവസാന 3 അക്കം 0 ആയിരിക്കണം. അവസാനത്തെ 3 അക്കം 0
8ന്റെ ഗുണിതമോ ആയാൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് 8 കൊണ്ട് ഹരിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഹരിക്കാതെ ഇത് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ പറ്റത്തില്ല. പക്ഷെ അപ്പോഴും ഇപ്പൊ ഇത് നോക്കിക്കേ, 2, 4, 6, 7 അക്കങ്ങളുള്ളതിൽ നമ്മൾ ഈ അവസാനത്തെ 3 അക്കം മാത്രം നോക്കിയാൽ മതി. ബാക്കി ഡിജിറ്റുകളെ നമുക്ക് ഒഴിവാക്കി കളയാം. അവസാന 3 അക്കത്തിനെ 8 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാമെങ്കിൽ ഈ സംഖ്യയെ കംപ്ലീറ്റ് ആയിട്ട് 8 കൊണ്ട് ഹരിക്കാം. അപ്പൊ അതേ ആദ്യത്തെ ഓപ്ഷൻ നോക്കിക്കേ, 346 512. ഔത്തില അവസാന 3 അക്കം 512 ആണ്. 512നെ നിങ്ങൾ മാറ്റി 8 കൊണ്ട് ഹരിക്കുക. 6 8 48, 3 32, 4 32. ശിഷ്ടം 0 കിട്ടി എന്ന് പറഞ്ഞാൽ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് 8 കൊണ്ട് ഹരിക്കാം എന്ന് പറഞ്ഞ ഈ സംഖ്യേനെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഹരിച്ചാലും 8 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പം അത് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ സംഖ്യ നോക്കാൻ അവസാനം വന്നിരിക്കുന്ന 3 ഡിജിറ്റ് 543. നേടാ 543നെ 8 കൊണ്ട് ഹരിച്ച് നോക്കുക. 6 8 48, 6 63, 7 8 56, മിച്ചം 7. അപ്പം 7 ശിഷ്ടം കിട്ടി എന്ന് പറഞ്ഞാൽ 8 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നില്ല എന്നാണ്. ഈ സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല. വീണ്ടും അടുത്ത സംഖ്യയെ 8 കൊണ്ട് ഹരിക്കാവോ നോക്കാൻ. അവസാനത്തെ 3 അക്കം 648. 648 എന്ന് പറയുന്ന സംഖ്യയെ 8 വെച്ച് ഹരിച്ച് നോക്കുക. 8 64, 0, 8ൽ 1 പ്രാവശ്യം, 8 പോയിട്ട് 0. അപ്പോൾ 648നെ 8 വെച്ച് ഹരിച്ചപ്പോൾ ശിഷ്ടം 0 കിട്ടിയെന്ന് പറഞ്ഞാൽ 648നെ 8 വെച്ച് ഹരിക്കാം. അതായത് ഈ സംഖ്യയെ കംപ്ലീറ്റ് ആയിട്ട് 8 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാം. വീണ്ടും അവസാനത്തെ 3 അക്കം 156. 156നെ 8 വെച്ച് ഹരിക്കുമ്പോൾ 8 8, 7 76ൽ 9 8 72. ശിഷ്ടം കിട്ടി, ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സംഖ്യയെ കംപ്ലീറ്റ് ആയിട്ട് ഹരിക്കാൻ പറ്റില്ല. ഇനി ഇതേപോലെ അവസാനത്തെ 3 അക്കം 0. നമ്മൾ പറഞ്ഞ് അവസാന 3 അക്കം 8ന്റെ ഗുണിതമോ 0മോ ആയാൽ, ഇവിടെ രണ്ടിടത്തും അത് 8ന്റെ ഗുണിതായിരുന്നു, അതുകൊണ്ട് ഹരിക്കാം. ഇവിടെ 0 3 അക്കവും, അപ്പോഴും ഹരിക്കാം. അപ്പം 8 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകളുടെ പ്രത്യേകത അവസാന 3 അക്കം 0മോ 8ന്റെ ഗുണിതമോ ആയാൽ ആ സംഖ്യകളെ കംപ്ലീറ്റായി 8 കൊണ്ട് ഹരിക്കാം. അടുത്ത അക്കത്തിലേക്ക് പോകാം. 9 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന സംഖ്യകളുടെ പ്രത്യേകത. അപ്പോൾ 9 ഏത് 3ന്റെ ഗുണിതമാണ്. 9 എന്ന് പറയുന്നത് 3 × 3 ആണ്. ഇപ്പം ഇതിനും ഇപ്പം രണ്ടും ഒരേ സംഖ്യകളായതുകൊണ്ട് നമുക്ക് മറ്റേ 6 നോക്കിയ പോലെ നോക്കാൻ പറ്റത്തില്ല. പക്ഷെ 8 പോലെ കണക്ട് ചെയ്യാം. അതായത് 4 8. 4ന്റെ പ്രത്യേകത അവസാന 2 അക്കം 4ന്റെ ഗുണിതം. 8ന്റെ പ്രത്യേകത അവസാന 3 അക്കം 8ന്റെ ഗുണിതം. ഇവിടെ 9 അതേപോലെയാണ്. 3ന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതമായിരിക്കണം. 9ന്റെ പ്രത്യേകത അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതമായിരിക്കണം. അക്കങ്ങളെല്ലാം കൂടി കൂട്ടുമ്പോൾ 9ന്റെ ഗുണിതം കിട്ടണം. ഇതിലെ അക്കങ്ങളെല്ലാം കൂടി കൂട്ടിക്ക്. 8 + 7 + 9 + 3 + 9 + 4 + 5. 5 4 9 9 18 3 21 9 37 37 8 45. 45 എന്ന് പറയുന്നത് 9 5 45 ഈ സംഖ്യയെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് വെച്ച് ഹരിക്കാം? 9 കൊണ്ട് ഹരിക്കാം. അടുത്തതിലെ അക്കങ്ങൾ കൂട്ടി നോക്കിയേ. 9 + 6 9 6 15. 15 + 4 19. 19 + 5 24. 24 + 7 31. 31 + 9 40. 40 + 6 46 + 2 48. 9 5 45. 9 6 54. 48നെ നമുക്കപ്പോൾ 9 വെച്ച് പൂർണ്ണമായി ഹരിക്കാൻ കഴിയില്ല. ഈ വലിയ സംഖ്യേനെയും 9 വെച്ച് പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയില്ല.
വീണ്ടും അടുത്ത നമ്പറിലേക്ക് വരുമ്പോൾ ദേ കൂട്ടുമ്പോൾ 9 ഉം 5 ഉം 14, 14 ഉം 4 ഉം 18, 18 ഉം 9 ഉം 27, 27 ഉം 7 ഉം 34, 34 ഉം 5 ഉം 39, 39 ഉം 4 ഉം 43, 43 എന്ന് പറയുന്ന സംഖ്യേനെ നമുക്ക് എന്ത് വെച്ച് ഹരിക്കാൻ കഴിയില്ല? 9 വെച്ച് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ സംഖ്യേനെയും 9 വെച്ച് ഹരിക്കാൻ കഴിയില്ല. വീണ്ടും അടുത്ത അക്കങ്ങള് 2 ഉം 6 ഉം കൂടി കൂട്ടുമ്പോൾ 8, 8 ഉം 4 ഉം കൂടി കൂട്ടുമ്പോൾ 12, 12 ഉം 3 ഉം കൂടി കൂട്ടുമ്പോൾ 15, 15 ഉം 7 ഉം കൂടി കൂട്ടുമ്പോൾ 22, 22 ഉം 2 ഉം കൂടി കൂട്ടുമ്പോൾ 24, 24 ഉം 8 ഉം കൂടി കൂട്ടുമ്പോൾ 32. അതായത് 9 3 27, 9 4 36, 32 എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് 9 വെച്ച് ഹരിക്കാൻ കഴിയില്ല. ഇതിനെയും 9 വെച്ച് ഹരിക്കാൻ കഴിയില്ല. വീണ്ടും ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുന്നു. ലാസ്റ്റ് ഡിജിറ്റ് 3 + 3 6, 6 + 6 12, 12 + 4 16, 16 + 4 20, 20 + 5 25, 25 + 2 27, 27 + 7 34, 34 + 6 40. അതും 9ന്റെ ഗുണിതമല്ല. 9 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാനേ കഴിയില്ല. അപ്പോൾ 9 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകളുടെ പ്രത്യേകത, അതിലെ അക്കങ്ങളെല്ലാം കൂടി കൂട്ടുമ്പോൾ കൃത്യമായിട്ട് എന്തിൻ്റെ ഗുണിതം കിട്ടണം? 9ന്റെ ഗുണിതം കിട്ടണം. അതായത് എവിടെയെങ്കിലും ഒരു 6 അക്ക സംഖ്യ അല്ലെങ്കിൽ ഒരു 5 അക്ക സംഖ്യയൊക്കെ ഹരിക്കാൻ കിട്ടിയാൽ, അല്ലെങ്കിൽ ഹരിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അത് ഹരിക്കാവുന്ന ആദ്യം തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നോക്കാം. ഇതിൽ അക്കങ്ങളെല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ 9ന്റെ ഗുണിതമാണ് കിട്ടുന്നതെങ്കിൽ കൃത്യമായിട്ട് അതിനെ എന്ത് വെച്ച് ഹരിക്കാം? 9 കൊണ്ട് ഹരിക്കാം. അങ്ങനെ കിട്ടാത്തടത്തോളം അതിനെ 9 കൊണ്ട് ഹരിക്കാനും കഴിയില്ല. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഡിജിറ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് സംഖ്യ. 10 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാവുന്ന സംഖ്യകളുടെ പ്രത്യേകത. 10 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന സംഖ്യകളുടെ പ്രത്യേകത ഏറ്റവും സിമ്പിളാണ്. അവസാനത്തെ അക്കം 0. അവസാന അക്കം 0 വന്നാൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് 10 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഇത് നോക്കാനും എളുപ്പമാണ്. അവസാന അക്കം 0 എന്ന് പറഞ്ഞത് ഇവിടെ ഇതിനെ രണ്ടിനെയും 10 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാം. വേറെ ഒരു നമ്പറിനെയും 10 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാനേ കഴിയില്ല. അപ്പം അവസാന അക്കം 0 ആണെങ്കിൽ ആ സംഖ്യകളെ കംപ്ലീറ്റ് ആയിട്ട് 10 കൊണ്ട് ഹരിക്കാം. ഓക്കെ അല്ലേ? അപ്പം ഇനി അടുത്ത അക്കം 11 11 നമുക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കം. ഇതിൻ്റെ പ്രത്യേകത, ഒന്നിടവിട്ട അക്കങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം. പറഞ്ഞത് ഒന്നിടവിട്ട അക്കങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം 0 11ന്റെ ഗുണിതമോ ആയിരിക്കണം. നമുക്കതൊരു എക്സാമ്പിൾ വെച്ചൊന്ന് നോക്കാം. ആദ്യത്തെ നമ്പർ 14 641 എന്നാണ്. 1 4 6 4 1. ഒന്നിടവിട്ട അക്കങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം 1 6 7 7 1 8 മൈനസ് വ്യത്യാസമായതുകൊണ്ട് മൈനസ് 4 4 8. ഈ വ്യത്യാസം 0 11ന്റെ ഗുണിതമോ? ഒന്നിടവിട്ട അക്കങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം 0 11ന്റെ ഗുണിതമോ? ഇവിടെ 0 ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി 11 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 0 കിട്ടിയാലും ഇനി അടുത്തൊരെണ്ണം ചെയ്തു വരുമ്പോൾ 11 കിട്ടിയാലും 11ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. ഇതല്ലാതെ വന്നാൽ 11ന്റെ ഗുണിതമല്ല. പറഞ്ഞത് ഒന്നിടവിട്ട അക്കങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11ന്റെ ഗുണിതമായിരിക്കണം. രണ്ടാമത്തത് 33 52 726. 3 3 5 2 7 2 6. ഒന്നിടവിട്ട അക്കങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം 3 5 കൂടി കൂട്ടുമ്പോൾ 8, 8 7 കൂടി കൂട്ടുമ്പോൾ 15, 15 6 കൂടി കൂട്ടുമ്പോൾ 21 മൈനസ്
3ഉം 2ഉം 5, 5ഉം 2ഉം 7. 21 നിന്ന് 7 കുറച്ചാൽ 14. നമ്മൾ പറഞ്ഞത് ഒന്നിടവിട്ട അക്കങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം 0മോ 11ന്റെ ഗുണിതമോ ആയിരിക്കണം. ഇവിടെ 0 അല്ല, 11ന്റെ ഗുണിതമോ അല്ല. ഓട്ടോമാറ്റിക്കലി ഈ സംഖ്യയെ 11 കൊണ്ട് ഹരിക്കാനേ കഴിയില്ല. വീണ്ടും അടുത്തത് നോക്കി, 58, 72, 654. 5ഉം 7ഉം 12ഉം 6ഉം 18ഉം 4ഉം 22. 8ഉം 2ഉം 10ഉം 5ഉം 15. തമ്മിലുള്ള വ്യത്യാസം 7. തമ്മിലുള്ള വ്യത്യാസം 0മോ 11ന്റെ ഗുണിതമോ ആയിരിക്കണം. 7 ആയതുകൊണ്ട് ഹരിക്കാൻ കഴിയില്ല. ഇത് 11ന്റെ ഗുണിതമല്ല, അല്ലെങ്കിൽ 11 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയില്ല. ഇനി 2 നമ്പറുകൾ കൂടിയുണ്ട്, അതുകൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതൊന്നും വായിച്ചേക്കാം തൽക്കാലം. പറഞ്ഞത് ഒന്നിടവിട്ട അക്കങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം 0മോ 11ന്റെ ഗുണിതമോ ആയിരിക്കണം. ഇവിടെ ചെയ്യാൻ നേരത്ത് അടുത്ത നമ്പർ 58, 67, 78, 94. 5, 8, 6, 7, 7, 8, 9, 4. ഇതിൽ ഒന്നിടവിട്ട അക്കങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം 5ഉം 6ഉം 11, 11ഉം 7ഉം 18, 18ഉം 9ഉം 27, മൈനസ് 8ഉം 7ഉം 15, 15ഉം 8ഉം 23ഉം 4ഉം 27. 27 മൈനസ് 27. കറക്റ്റായിട്ട് ആൻസർ എന്തായിപ്പോയി? 0. 0മോ 11ന്റെ ഗുണിതമോ കിട്ടിയാൽ അതിനെ 11 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാം. ഈ നമ്പറിനെ കംപ്ലീറ്റ് ആയിട്ട് 11 കൊണ്ട് ഹരിക്കാം. വീണ്ടും അടുത്തത് ലാസ്റ്റ് വൺ, 44, 36, 27, 81. 4ഉം 3ഉം 7, 7ഉം 2ഉം 9, 9ഉം 8ഉം 17. 6ഉം 4ഉം 10, 10ഉം 7ഉം 17, 1ഉം 18. നമ്മളിവിടെ നെഗറ്റീവും പോസിറ്റീവും ഒന്നും നോക്കണ്ട, ഇത് തമ്മിലുള്ള വ്യത്യാസം. 18 നിന്ന് 17 കുറച്ചാൽ 1. അപ്പോൾ 4ഉം 3ഉം 7ഉം 2ഉം 9ഉം 8ഉം 17, 7ഉം 1ഉം 8ഉം 6ഉം 14, 4ഉം 18, 18ഉം 17ഉം തമ്മിലുള്ള വ്യത്യാസം 1. നമ്മുടെ വ്യത്യാസം ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11ന്റെ ഗുണിതമായിരിക്കണം. ഇത് രണ്ടും അല്ലാത്തടത്തോളം 11 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാനേ കഴിയില്ല. അപ്പോൾ ഓക്കെയാണ്. 2 മുതൽ 11 വരെയുള്ള സംഖ്യകളുടെ ഡിവിസിബിലിറ്റി ടെസ്റ്റാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പം നമുക്കതൊന്ന് ഓടിച്ച് എല്ലാം ഒന്ന് നോക്കാം. അപ്പോൾ 2 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന സംഖ്യകളുടെ പ്രത്യേകത, അതിലെ അവസാന അക്കം 0, 2, 4, 6, 8 ഇവയിൽ ഏതെങ്കിലും ആയിരിക്കണം. 2 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന സംഖ്യകളുടെ പ്രത്യേകത, അവയുടെ അവസാന അക്കം 0, 2, 4, 6, 8 ഇവയിൽ ഏതെങ്കിലും ആയിരിക്കണം. ഇനി അടുത്ത 3ന്റെ പ്രത്യേകത, അക്കങ്ങളുടെ തുക അത് എത്ര വലിയ സംഖ്യയാണേലും ആ സംഖ്യയിലെ അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതമായിരിക്കണം. അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതമായിരിക്കണം. അടുത്ത 4ന്റെ പ്രത്യേകത, അതും ഈ പറഞ്ഞ പോലെ എത്ര വലിയ നമ്പർ ആണേലും അവസാന 2 അക്കങ്ങൾ 4ന്റെ ഗുണിതമോ 0മോ ആയിരിക്കണം. അവസാന 2 അക്കങ്ങൾ 4ന്റെ ഗുണിതമോ 0മോ ആയിരിക്കണം. 5ന്റെ പ്രത്യേകത, അവസാന അക്കം ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റ് 5 അല്ലെങ്കിൽ 0 ആയിരിക്കണം. അടുത്ത 6, 2ന്റെയും 3ന്റെയും പ്രത്യേകത ഒരുമിക്കണം. അതായത് അവസാന അക്കം 0, 2, 4, 6, 8 ഇവയിൽ ഏതെങ്കിലും ആയിരിക്കണം. അതോടൊപ്പം തന്നെ അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതവുമായിരിക്കണം. അവസാന അക്കം 0, 2, 4, 6, 8 ഏതെങ്കിലും ആയിരിക്കണം. അതായത് ഇരട്ട സംഖ്യ ആയിരിക്കണം. അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതവുമായിരിക്കണം. 7ന്റെ പ്രത്യേകത, അവസാന അക്കത്തിന്റെ ഇരട്ടി ബാക്കിയുള്ളതിൽ നിന്ന് കുറക്കുമ്പോൾ 7ന്റെ ഗുണിതമായിരിക്കണം. ഇത് 7ന്റെ ഗുണിതം നോക്കാവുന്നത്ര റിപ്പീറ്റ് ചെയ്ത് വരണം. അവസാന അക്കത്തിന്റെ ഇരട്ടി ബാക്കിയുള്ളതിൽ നിന്ന് കുറക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ ഓട്ടോമാറ്റിക്കലി 7ന്റെ ഗുണിതമാണെങ്കിൽ മാത്രമേ 7 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയൂ. അടുത്ത 8ൻ്റെത്
4 പോലെ കണക്ട് ചെയ്തിടുക. 2 അക്കത്തിന് പകരം ഇവിടെ 3 അക്കമാണ്. അവസാന 3 അക്കം 8ന്റെ ഗുണിതമായിരിക്കണം. അവസാന 3 അക്കങ്ങൾ 8ന്റെ ഗുണിതമായിരിക്കണം. 9ന്റെ പ്രത്യേകത അക്കങ്ങളുടെ തുക 3 പോലെ കണക്ട് ചെയ്യുക. അക്കങ്ങളുടെ തുക അവിടെ 3ന്റെ ഗുണിതമായിരിക്കണമെങ്കിൽ 9ന്റെ കേസിൽ അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതമായിരിക്കണം. 10 അവസാന അക്കം കൃത്യമായിട്ട് 0 ആയിരിക്കണം. 11ന്റെ പ്രത്യേകത ഒന്നിടവിട്ട അക്കങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം 0മോ 11ന്റെ ഗുണിതമോ ആയിരിക്കണം. ഇത്രയാണ് ഡിവിസിബിലിറ്റി ടെസ്റ്റ്. കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.